ഈ ഒരുപാട് രക്ഷപ്പെടും, ഒരുപാട് ആരാധികന്മാരും അതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അതല്ലാതെ ഇത് സ്വയം തന്നെയാണോ വായിക്കണത്, വായിക്കാൻ വേറെ ആളെ അല്ല, ഏൽപ്പിക്കുന്നുണ്ടോ? ഞാൻ തന്നെ വായിക്കും. ഞാൻ തന്നെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും കേട്ടോ. എല്ലാവർക്കും കൊടുക്കും. നിങ്ങളെ ഞാനൊരു സ്വന്തം പെങ്ങളെ പോലെയാണ് കാണുന്നത്, അങ്ങനെയാണ്? അല്ല, നിങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കും എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കും. ഓക്കെ, ഓക്കെ, മിക്കവർക്കും ഓക്കെ. കൊടുക്കാറുണ്ട് ഞാൻ. പക്ഷെ ആളുകൾ പറയല്ലേ, നിങ്ങളുടെ വോയിസ് കേട്ടിട്ട് എനിക്ക് എന്റെ ഉറക്കം നഷ്ടപ്പെടുന്നു, എനിക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ലെവൽ ഓഫ് ആരാധനയൊക്കെ ഉള്ള അവരെങ്ങനെ ഡീൽ ചെയ്യപ്പോ? അത്ര ലെവലിൽ വന്നിട്ടില്ല ഇതുവരെ. അറിയോ ശരിക്കും നമ്മൾ ഏത് പോയിന്റിൽ പാട്ട് പാടുമ്പോ റൊമാൻറ്റിക് സോങ്സ് ആണ് എന്റെ സ്ട്രോങ് ഏരിയ, അത് പാടി 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 കിട്ടുന്ന ഒരു ഏരിയ ആണോ? ഞാൻ പണ്ട് മുതലേ ഈ മെലഡീസ് ആയിരുന്നു എനിക്കിഷ്ടം അതാണല്ലോ. അപ്പൊ ഞാൻ അതിങ്ങനെ പാടി 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 എനിക്ക് ആ ഒരു ജോണറാണ് താല്പര്യം. അപ്പൊ അങ്ങനെ റൊമാൻറ്റിക് എന്നല്ല, മെലഡീസ് ഈ എനിക്ക് വേണ്ടിയിട്ട് എന്തായാലും ഹേമന്തം ഒന്ന് പാടിത്തരണം, ഹേമന്തം കേൾക്കുമ്പോഴേ. പക്ഷെ എനിക്കറിയാനുള്ളത്, നിങ്ങൾ ഇത്രയും മെലഡി പാടുന്ന ആളുകളാവുമ്പോഴേ ഇതിന്റെ കൂടി ഡാൻസ് മൂവ്മെന്റ്സ്, ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ കൊടുക്കണമല്ലോ. ഇത് സിങ്ക് ആയി വരുന്നത് എങ്ങനെയായിരിക്കും? അതിനൊരു പണിയുണ്ട്, അത് കുറച്ച് ഒരു എക്സ്ട്രാ പുഷ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ്. ഡാൻസ് അത് ബാക്കിൽ അവർ തകർത്ത് കളിക്കുന്നുണ്ട്. നമ്മള് പാടുമ്പോ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഒത്തിരി അനങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് സിങ്ക് മിസ് ആവും. അത് മാത്രമല്ല, നമുക്ക് പാടാനും ശ്വാസം കുറച്ച് ഇഷ്യൂ ഉണ്ടാവും, ബ്രീത്തിങ് കുറച്ച്. അപ്പൊ നമ്മൾ അതനുസരിച്ചുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിരിക്കും അവർ തരുന്നത്. അപ്പൊ നമ്മൾ ചെറിയൊരു മൂവ്മെന്റ് കൊടുത്താൽ മതി. അവര് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. അവര് ഭയങ്കര സപ്പോർട്ടിങ്. എനിക്ക് ഹേമന്ത് ഒന്ന് പാടിത്തരും. നിന്റെ മൗനവും മൊഴിഴ തുന്നിയേകവേ എന്നും ഈ വഴി കനവൊടു കാത്തിരുന്നു ഞാൻ. എൻ നിമിഷങ്ങളാനന്ദശലഭങ്ങളായി ഇന്നലയുന്നു നിന്നോർമ്മയാകെ. നെഞ്ചിന്നൂഞ്ഞാലിൽ മെല്ലെ നിന്നെ എന്നും താരാട്ടാമോമൽ പൂവേ. ഹേമന്തമെൻ കൈക്കുമ്പിളിൽ തൂവും നിലാപ്പൂവു നീ. പൂങ്കാറ്റുപോൽ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിക. കിളിപാടുന്ന പാട്ടെൻ്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ. അതിലോലം അനുരാഗം തേന്മാരിയാ. ഇന്നും കൊഞ്ചം നേരം എന്നൊക്കെ പാടുന്ന സമയത്ത് ഇതിന്റെ ഒറിജിനൽ വേർഷനിൽ, അതായത് ശ്വേതമാന്റെ അടുത്ത് റഹ്മാൻ സാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, നിന്റെ ഒറിജിനൽ ഭർത്താവ് ഇപ്പൊ കുറച്ചു നേരം നിനക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ദൂരെയാണ്, അപ്പൊ ഞാൻ എങ്ങനെയായിരിക്കും ഇത് ഇമാജിൻ ചെയ്യുക, അങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ ഈ ഹേമന്തപ്പൻ എന്നൊക്കെ പാടുമ്പോൾ എന്താ ഇമാജിൻ ചെയ്യുക? ഞാൻ ആസിഫ് അലി ആണെന്നാണോ, അതോ ഞാൻ വിജയശേഷത്താണെന്നാണോ, അതോ ഞാൻ സ്വയം ഒരു കാമുകനാണെന്നാണോ? അല്ല, അങ്ങനെയല്ല. ഞാൻ സത്യം പറഞ്ഞാല് ലിറിക്സ് മനസ്സിലാക്കി ഇപ്പൊ പാടാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു, എന്നോട് പറഞ്ഞു, എന്റെ മെന്റർ പറഞ്ഞു, അത് നമ്മള് ഏതെങ്കിലും പാട്ട് പാടുമ്പോൾ നമ്മൾ അതിന്റെ ലിറിക്സ് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് പാടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഫീൽ കൊടുത്ത് പാടാൻ പറ്റും. അതെങ്ങനെയാ? ലിറിക്സ് മനസ്സിലാക്കുക, ലിറിക്സിന്റെ അർത്ഥം മനസ്സിലാക്കുക, ഭാവം അർത്ഥം മനസ്സിലാക്കി. ലിറിക്സ് അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഭാവം കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ ഫീൽ കൊടുത്ത് പാടാൻ പറ്റും. എന്നാ എനിക്കത് ഈ എന്റെ എന്നും വന്നില്ല അതിന്റെ ഒരു പാട്ടുമായിട്ട് എന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ? അയ്യോ, അർത്ഥം സിമ്പിൾ ആയിട്ട് പറഞ്ഞു മതി, വെറുതെ. എന്നാലും വിധിരാജ് മനസ്സിലാക്കിയത് ജസ്റ്റ് പറഞ്ഞു തന്നാ മതി. ഇപ്പൊ അതല്ല, ഇപ്പൊ എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ എന്നൊക്കെ പാടും. അങ്ങനെ ആ ഒരു വരിയാകുമ്പോ നമ്മൾ അതനുസരിച്ച് കുറച്ചുകൂടെ പൊലിപ്പിച്ച് കുറച്ച് ഫീൽ കൊടുത്ത് ഞാൻ നിനക്ക് വേണ്ടി മാത്രം സ്നേഹം തരും എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ആ വരി മനസ്സിലാക്കി കുറച്ചുകൂടെ അർത്ഥം മനസ്സിലാക്കി ഫീൽ കൊടുത്ത് പാടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ, അങ്ങനെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാകും മധുപാത്രത്തിലെ നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മര മധുരം നുകരാം ഞാൻ.
മാസ്മരമധുരം നുകരാം ഞാൻ. കുറച്ച് ഈ മറ്റേ ഭജനയൊക്കെ പാടി അർത്ഥം പറയുന്നത് പോലെയുണ്ട്. നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കൂൾ. ഓക്കെ ഓക്കെ. അങ്ങനെ പാട്ടിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ പാടാൻ ശ്രമിക്കുന്ന അവസ്ഥയുണ്ടോ? അങ്ങനൊന്നും ഞാൻ നോക്കില്ല, ജസ്റ്റ് പാട്ട് നമുക്ക് പഠിക്കും. മറ്റേ ജഡ്ജസിനെ കണ്ടിത്തരം ഡാൻസ് കളിക്കണം, ഗോൾഡൻ സ്റ്റാർ അടിക്കണം, 100 കിട്ടണം, ആളുകളെ കരയിപ്പിക്കണം, സന്തോഷം കൊണ്ട്. അതെ അതെ അതെ. ഈ ചിത്രാമ്മയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, സ്വന്തം മകളെ പോലെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലൊരാളെ പോലെയാണ് അവർ ചേർത്ത് പിടിക്കുന്നത്. അത്രയും ചിത്രാമ്മയുടെ കണ്ണിലൊക്കെ ഒരാളോട് ഇത്രയും ആരാധന, കണ്ണിലൊരു തിളക്കം വരും അവിടെ പാടുന്നത് കൃഷ്ണശ്രീയാണെന്ന് പറയുമ്പോൾ. എന്താ ശരിക്കും ഈ ഇപ്പത്തെ ഈ ഘട്ടത്തില് ചിത്രാമ്മ? കുഞ്ഞിലേ മുതൽ ഞാൻ കേട്ട് വളരുന്ന ചിത്രാമ്മയുടെ പാട്ട്, കേട്ട് പഠിക്കുന്നതൊക്കെ ചിത്രാമ്മയുടെ പാട്ടായിരുന്നു. സോ എനിക്കൊരു ഫസ്റ്റ് ഞാനൊരു റിയാലിറ്റി ഷോയിൽ പോയിരുന്നു. അപ്പൊ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോഴേ എനിക്ക് ചിത്രാമ്മേനെ കാണാൻ വേണ്ടി പോവാ, അങ്ങനെയായിരുന്നു. അങ്ങനെ കുഞ്ഞിലെ ചിത്രാമ്മ എന്നെ കണ്ടിരുന്നു. പിന്നെ വലുതായിട്ട് സ്റ്റാർ സിംഗറിൽ കണ്ടപ്പോൾ ചിത്രാമ്മയ്ക്ക് ആ പണ്ട് കണ്ട കുട്ടി എന്നുള്ള ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ട്. പിന്നെ എല്ലാവരോടും നമ്മൾ കണ്ടസ്റ്റൻസ് എല്ലാ കുട്ടികളോടും ചിത്രാമ്മയ്ക്ക് ഭയങ്കര, കഴിഞ്ഞൊരു പ്രാവശ്യം വിധുചേട്ടൻ ഒരു പാട്ട് പാടിയപ്പോ എന്തോ ഒരു വരിയില്ല, എന്തോ ഒരു വരി എന്തോ മാറി എന്തോ ഒരു വരി ഉണ്ടായിട്ട് ചിത്രാമ്മ അത് സ്റ്റേജിലേക്ക് വന്നു. അത് പറഞ്ഞു ആ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിട്ട് ചിത്രാമ്മ അവിടുന്ന് എണീറ്റിട്ട് അതിന്റെ അടുത്ത് വന്ന് പറഞ്ഞത് അതിങ്ങനെ. അപ്പം ഞാനിങ്ങനെ ഓർക്കും, ചിത്രാമ്മ ഇത് ചെറിയ കാര്യം പറയാൻ വേണ്ടിട്ട് അവിടുന്ന് ഇവിടം വരെ വന്നല്ലോ. പെട്ടെന്ന് നമുക്കൊരു എത്രമാത്രം ഡൗൺ ടു എർത്ത് ആവാന്നൊക്കെ ഒരു എക്സാമ്പിൾ ആണല്ലോ അവര്. ഈ മറ്റു ജഡ്ജസ് ഉണ്ടല്ലോ, ഇപ്പൊ വിധു പ്രതാപ്, അദ്ദേഹത്തിന്റെ കൗണ്ടർ അടികൾ നിങ്ങൾ ആക്ച്വലി വിധുചേട്ടനും സിത്താര ചേച്ചിയും ഭയങ്കര അടിപൊളി കോംബോ ആണ്. അവർ രണ്ടുപേരും കൂടി ഉള്ളപ്പോഴാണ് അവിടെ ഏറ്റവും ഷൂട്ടെല്ലാം നമ്മൾ പോയിരുന്ന സമയം പോകുന്ന അറിയില്ല, കാരണം ഭയങ്കര ഫണ്ണായിരിക്കും. ഓക്കെ ഓക്കെ. വിധുചേട്ടന്റെ കൗണ്ടറുകൾക്ക് മുമ്പിൽ പലപ്പോഴും പിടിച്ചേക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? ചിലത് അങ്ങനെയല്ല. ചേട്ടൻ ഭയങ്കര കോൺട്രേഡിയല്ലേ, ഭയങ്കര നമുക്ക് അങ്ങനെ തിരിച്ചൊട്ടും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാക്കി കളയും പുള്ളി. അദ്ദേഹം ഈ കുത്തൊക്കെ ഫോണിൽ സേവ് ചെയ്തൊക്കെ കണ്ടുപിടിച്ചാള്, അതൊക്കെ അദ്ദേഹം എങ്ങനെ അറിയുന്നത്? അത് അദ്ദേഹം കണ്ടുപിടിക്കുന്നതാണോ, ആരെങ്കിലും പോയി പറഞ്ഞു കൊടുക്കുന്നത്? അത് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഗ്രൂമിംഗ് റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മെയിനായിട്ടും മീൻസ് അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ മെയിൻ അതിന്റെ നടക്കുന്നതൊക്കെ ഗ്രൂമിംഗ് റൂമിലായിരിക്കും. അപ്പൊ അങ്ങനെ കിട്ടുന്ന കാര്യമാണ്. അത് അവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് ശരിക്കും അങ്ങനെ കുത്തായിട്ട് സേവ് ചെയ്ത ഒരു കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, ഉള്ളത് പറയാനില്ല. അങ്ങനത്തല്ല, എനിക്കങ്ങനെ അത് ചുമ്മാ ഒരു കോള് വന്നിട്ട്, ഏതോ ഒരു അൺനോൺ കോള് വന്നിട്ട് ഞാനത് സേവ് ചെയ്തില്ല. അതല്ല, അത് ഞാൻ സേവ് ചെയ്ത് കൊറേ നമ്പർ അങ്ങനെ ഉണ്ടോ? ഒരുപാട് ഗേൾസ് ആരാധകർ വിധുചേട്ടന് കുറച്ച് അധികം ഉണ്ട്. അല്ല, അവിടെ നമ്മൾ ഷെഡ്യൂളിൽ പോകുമ്പോഴും കുറെ പെൺകുട്ടികള് വിധുചേട്ടനെ കാണാനായിട്ട് മെർമെയ്ഡിൽ വരും. എന്നിട്ട് അവിടെ റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ പോയിരുന്ന് വിധുചേട്ടനായിട്ട് കുറെ നേരം സംസാരിക്കും. അങ്ങനെ ഫാൻസ് കുറച്ച് കൂടുതലുള്ളത് വിധുചേട്ടൻ. അതാ എന്റെ മാത്രമല്ല കേട്ടോ, അങ്ങനല്ലേ, ചുമ്മാ വരുമ്പോ കാണാൻ. ആരെങ്കിലും ഉപദേശിക്കും ഇവരെ ഈ ഒരു പരിധി വിട്ട് അവരെ അടുപ്പിക്കരുത്, അങ്ങനെയൊക്കെ ഉപദേശിക്കുന്ന അവസ്ഥയുണ്ടോ? അങ്ങനല്ലേ, ഞാൻ അങ്ങനെ അധികം പരിധി വിട്ട് അങ്ങനെ അധികം അങ്ങനെ അങ്ങോട്ടും മിണ്ടാനും പോകത്തില്ല. നമ്മളെ ആരെങ്കിലും കാണാൻ വരുവാണെങ്കിൽ നമ്മള് മെർമെയ്ഡിൽ വന്നാൽ കാണാന്ന് പറയും, പിന്നെ കാണും, കണ്ടിട്ട് ചായ കുടിച്ചിട്ട് പോകും. അങ്ങനത്തെ ഫാൻ ഗേൾ മൊമെന്റുകളൊക്കെ ഉണ്ടോ ആളുകൾക്ക് ഒരു ദർശനം കൊടുത്തതിന്റെ ഒക്കെ? കാണാൻ വന്നിട്ടുണ്ട്. ഒരാളായിട്ടാണോ, ഒരു കൂട്ടം ആളുകൾ എങ്ങനെയാണോ? ഒരാളായിട്ട് വന്നിട്ടുണ്ട്, പിന്നെ 2-3 പേരായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അവർക്ക് സെൽഫി വേണം, ഒരു കാപ്പി കുടിക്കണം, അത്രേ ഉള്ളൂ. സെൽഫി ഫോട്ടോ എടുത്തിട്ട് പോകും. ഓക്കെ ഓക്കെ. എന്നിട്ട് അവിടെ സ്പോട്ടിലൊക്കെ വെച്ച് പാട്ട് പാടിച്ച അവസ്ഥ